കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാന്യനായ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ അനീഷ് കരിങ്കാട്ടിൽ ചിക്കാഗോ പ്രയർ ലൈനിൽ കൂടി എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനം. അവിടെ സന്ധ്യയാണ്, ഇവിടെ പ്രഭാതമാണ്. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ഈ പ്രയർ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ ടെസ്റ്റ് മണി അല്ലെങ്കിൽ ഈ വചനധ്യാനം പ്രയോജനകരമായി തീരുവാൻ, ഒരു കെട്ടുകഥ അഥവാ ഒരു കേൾവിക്കഥ കേട്ട് നാം വിലയിരുത്തി മാർക്കിട്ട് പോകുന്നവരായിട്ടല്ല, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആ സാന്നിധ്യം ഒന്ന് രുചിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഞാൻ പ്രത്യേകാൽ ഈ പ്രയർ ലൈനോട് നന്ദി പറയുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ആസാദി TV-യിൽ എൻ്റെ ടെസ്റ്റ് മണി ഉണ്ടായിരുന്നു, ഒരു മാസം മുമ്പ്. അതിനുശേഷം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്കായി വിളിക്കുവാൻ ഇടയായി. കർത്താവ് ഒത്തിരി പേർക്ക് വിടുതലുകൾ, സൗഖ്യങ്ങളും ഒക്കെ കൊടുത്തു. ദൈവത്തിന് മഹത്വം. നമ്മളാരുമല്ല ഒന്നും ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് ദൈവമാണ്. കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. അത് കേട്ടിട്ട് ഡാളസ് പ്രയർ ലൈനിൽ അവർ ഒരു ദിവസത്തേക്ക് ആവശ്യപ്പെട്ടു. ഒന്നാം ദിവസം കൊണ്ട് തീർന്നില്ല. അങ്ങനെ ആ ടെസ്റ്റ് മണി ഏതാണ്ട് 5 ദിവസം കണ്ടിന്യൂസ് അവര് സമയം തരുവാനും അത് പൂർത്തീകരിപ്പാനും ഇടയായി. നമ്മൾ ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ഞാനോ കുറയണം, അവനോ വളരണം. കർത്താവിനെ ഉയർത്തുവാൻ നമുക്ക് കഴിയണം, അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഖത്തറിൽ ഉണ്ടായിരുന്നു, പക്ഷേ 97 അദ്ദേഹം മടങ്ങിപ്പോയി. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ചർച്ച്, ഞങ്ങളുടെ ഓൺ ചർച്ച് പ്ലാന്റ് ചെയ്തിരുന്നില്ല. അതിന്റെ ആരംഭ ദിശയാണ് ആ സമയം എന്ന് പറയുന്നത്. 2000-ലാണ് ഞങ്ങളുടെ ചർച്ച് അവിടെ പ്ലാന്റ് ചെയ്യുന്നത്. പ്രൈസലോ. അതിനു മുമ്പ് ചർച്ച് ഓഫ് ഗോഡിൽ ആയിരുന്നു ഞാൻ. ഇപ്പോഴും ചർച്ച് ഓഫ് ഗോഡിൽ തന്നെയാണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ ബദൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പുതിയ ചർച്ച് സ്ഥാപിക്കാനായി ദൈവം ഇടയാക്കി. ഞാൻ ചുരുക്കമായി എൻ്റെ ടെസ്റ്റ് മണി ഒന്ന് പറഞ്ഞു പോവാം. എൻ്റെ പേര് പാസ്റ്റർ ജോർജ് എബ്രഹാം മലയിൽ എന്നാണ്. നമ്മുടെ CSI ബിഷപ്പ് മലയിൽ സാബു കോശി ഒക്കെ ഞങ്ങളെല്ലാം ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് ആ ബിഷപ്പിന്റെ പേരിലോ അല്ലെ തിരുമേനിമാരുടെ പേരിലോ വലിയ ചാരിതാർത്ഥ്യവും പുളവും ഒന്നും ഞാൻ കൊള്ളുന്നില്ല. നമുക്കറിയാം, കർത്താവ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ് നിങ്ങളുടെ ബർദ്ധവും പിതൃപാരമ്പര്യമുള്ള നടപ്പിൽ നിങ്ങളെ ദൈവം വിളിച്ചിറക്കി. അതുകൊണ്ട് ആ പിതൃപാരമ്പര്യത്തിലൊന്നും നമുക്ക് പുകഴുവാനൊന്നുമില്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ പ്രശംസിക്കുന്നുവെങ്കിൽ ക്രൂശിക്കപ്പെട്ട കർത്താവിൽ പ്രശംസിക്കട്ടെ. എൻ്റെ പേര് ജോർജ് എബ്രഹാം. എൻ്റെ ഭാര്യ, എൻ്റെ പേര് വത്സമ്മ എന്നാണ്. വെണ്ണിക്കുളത്തിനടുത്ത് തടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഞങ്ങൾ രണ്ടുപേരും മാർത്തോമ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഞങ്ങൾക്ക് 3 ആൺമക്കളുണ്ട്. മൂത്ത മോൻ ഒരു ഡെന്റൽ ഡോക്ടറാണ്. രണ്ടാമത്തെ മോൻ ഫിലദൽഫിയയിൽ ഉണ്ട്. മൂന്നാമത്തെ മോൻ UK ലിവർപൂളിൽ കർത്താവിന്റെ വേലയോടും തന്റെ ജോലിയോടും ഒപ്പം ദൈവത്തെ സേവിക്കുന്നു. ഞാന് എൻ്റെ ബാല്യകാലത്ത് പെന്തക്കോസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു അനുഭവവും പേരും ആളുകളുമായി. എൻ്റെ ഭവനത്തിലൊക്കെ വല്ലപ്പോഴും വല്ല ഉപദേശിമാരും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയെ വഴക്ക് പറയാറുണ്ട്. എന്നാൽ ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നടത്തും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒന്നുമല്ല, പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ അനുഭവങ്ങളല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ വാക്യങ്ങൾ, അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ
ആണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിച്ച് തുടങ്ങാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. ഇതുപോലെ കാലം എന്നെ കേൾക്കുന്ന ആ പ്രിയരെ, ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ ആ ആമേൻ സ്തോത്രം, നാം ഇറങ്ങിത്തിരിച്ചപ്പോൾ തന്നെ അവന്റെ മരണത്തോട് അനുരൂപപ്പെടുവാൻ കർത്താവിന്റെ യേശുക്രിസ്തു മാതൃകയായി കാണിച്ചു തന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ ആമേൻ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം. ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗോഡ് ഈസ് ഗോഡ്. ആമേൻ സ്തോത്രം. ഉപ്പും പഞ്ചസാരയും അമോണിയും ഒക്കെ കണ്ട ഒരേ കളറാണ്, പക്ഷേ രുചിച്ചു നോക്കുമ്പോഴേ അതിന്റെ ഓരോന്നിന്റെയും രുചി മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം 1976 ഞാൻ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെത്തി. ഇന്നത്തെ ഖത്തറൊന്നുമല്ല, കർത്താവിന്റെ ദാസൻ അവിടെ ഉണ്ടായിരുന്നല്ലോ ദീർഘവർഷങ്ങൾ. ആ ഖത്തർ അവിടുത്തെ ഒരു നല്ല ഇംഗ്ലീഷ് കമ്പനിയിൽ, ജോർജ് വിംബി ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയിൽ 2 വർഷം ജോലി ചെയ്യുവാനായി ദൈവം എനിക്ക് അവസരം തന്നു. 1978 മുതൽ 2000 വരെയുള്ള വർഷങ്ങൾ ഖത്തറിലുള്ള ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ ടെക്നിക്കൽ കോർഡിനേറ്റർ, എഞ്ചിനീയറിംഗ് കോർഡിനേറ്റർ ആയി വർക്ക് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സ്തോത്രം ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയതല്ല, ഒരു രോഗത്തിന്റെ നടുവിൽ ഞാൻ കണ്ടുമുട്ടിയതല്ല, ഒരു സാമ്പത്തിക ക്ലേശം മൂലം കർത്താവിനെ കണ്ടുമുട്ടത് അല്ല. അത് ഞാൻ പറയുമ്പോൾ അങ്ങനെ കണ്ടുമുട്ടുന്നത് ഏതാണ്ട് കുറവാണെന്നല്ല പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ വിവിധ നിലകളിലാണ് ദൈവത്തെ അറിയുവാൻ, രുചിച്ചറിയുവാൻ ദൈവം അവസരം കൊടുത്തത്. ഞാൻ 76 ഖത്തറിൽ വന്നെന്ന് പറഞ്ഞല്ലോ. 87 വരെ, 1987 മെയ് മാസം 16-ാം തീയതി വരെ ദൈവവുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാത്ത വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ CSIയിലും മർത്തോമായിലും ഒക്കെ ആയിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും, ഓർത്തഡോക്സുകാരും ചിലരെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. നമ്മൾ അല്പസ്വല്പം മദ്യപിച്ചാലും നമ്മൾ പുകവലിച്ചാലും അതൊന്നും ഒരു തെറ്റല്ല. നമുക്ക് രാത്രിയിലെ ഒരു സങ്കീർത്തനം വായിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക എന്നുള്ളത് നമ്മുടെ ഒരു പാരമ്പര്യമായ അനുഭവമാണ്. അത്തരത്തിൽ ഞങ്ങളും മുന്നോട്ട് പോയിരുന്നു. എന്നാൽ 1987 മെയ് മാസം 17-ാം തീയതി ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതിന് ഉപാധിയായി തീർന്ന 2 സഹോദരന്മാർ എൻ്റെ വൈഫിന്റെ സ്ഥലത്ത് വന്ന് ആദ്യമായി ആ ദേശത്തേക്ക് കടന്നു വരുവാൻ ഇടയായി. അവരെന്നോട് സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു ഒന്നുമല്ല, പക്ഷേ അവരെൻ്റെ ഭവനത്തിൽ വന്ന സമയത്ത് അവർക്ക് ഞാനൊരു ഡിന്നർ കൊടുത്തു കഴിഞ്ഞ്, അതുപോലെ 1-2 പ്രാവശ്യം അവരുടെ ഭവനത്തിൽ വിസിറ്റ് ചെയ്തപ്പോഴും ഞാൻ അവരെ വിസിറ്റ് ചെയ്തപ്പോൾ അവരുടെ മുഖത്ത് ഞാൻ കണ്ട ഒരു പ്രത്യേകത, എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി അവരെ കാണുവാനായി ഇടയായി. ഞാൻ കരുതി 76 മുതൽ 87 ഒരു 12 വർഷം ഗൾഫിൽ നല്ല ജോലിയും ശമ്പളവും ഒക്കെ വാങ്ങിച്ച് എനിക്കില്ലാത്ത ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടല്ലോ. നമ്മളൊക്കെ സാധാരണ സന്തോഷിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സ് കൂടി അല്പം കഴിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം. എന്നാൽ ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമൊന്നുമില്ല. അത് അനുഭവിച്ചതിന്റെ വേദനകൾ അനുഭവിക്കുന്ന സമയങ്ങളായിരിക്കും. എന്നാൽ ഞാൻ ഇവരുടെ മുഖത്ത് കണ്ട ഈ സന്തോഷം കണ്ടുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, എന്താ ബ്രദറെ നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷത്തിന്റെ രഹസ്യം? അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങള് രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങള് ഏത് സഭയാ? പറഞ്ഞു, ഞാൻ മർത്തോമ, ഇദ്ദേഹം ഓർത്തഡോക്സ്. ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുവാ? ഞങ്ങളാരും രക്ഷിക്കപ്പെട്ടില്ലേ? ഞങ്ങള് CSIയില്ല. എൻ്റെ കുടുംബത്തിൽ 10-26 അച്ഛന്മാരുണ്ടായിരുന്നു.
ബിഷപ്പുമാരുണ്ട്. അപ്പൊ ഞങ്ങളാരും രക്ഷിക്കപ്പെട്ടതല്ല, നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകും. ആ ആ പറഞ്ഞത് ഒരല്പം പരുഷമായിട്ടാണ്. എന്റെ ഭവനത്തിൽ വെച്ചായതുകൊണ്ട് ഞാൻ ആ ടോപ്പിക് അവിടെ അവസാനിപ്പിച്ചു. കാരണം ഒരു അതിഥിയെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് കാര്യത്തിൽ സംസാരിക്കുന്നതും ശരിയല്ല. പക്ഷേ നമുക്ക് ഈ പെന്തക്കോസ്ത് കേൾക്കുമ്പോൾ രക്തം തിളയ്ക്കുന്നത് കൊണ്ട് ഇത് കേൾക്കാൻ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഈ ടോപ്പിക് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞത് അവിടെ അവസാനിപ്പിച്ചു. എന്നാൽ ചില ആഴ്ചകൾ കഴിഞ്ഞ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇവിടെ ഒരു ഇന്റർ ഡെനോമിനേഷണൽ പ്രയർ ഫെലോഷിപ്പിന്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. റമദാൻ മാസത്തിൽ എല്ലാ വർഷവും ഇവിടെ ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്. അച്ഛന് പിന്നെ ഒരു ദിവസം എങ്കിലും ഒന്ന് വരണമെന്ന്. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ശരി, വരാമെന്നു. എന്നാൽ ഞാൻ ഇക്കാര്യം വിട്ടു. എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കൂടി ഞങ്ങൾ കുറെ കബാബൊക്കെ റെഡിയാക്കി ഈ അവധി ദിവസം ആഘോഷിക്കാൻ ബീച്ചിൽ പോകാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുമ്പോൾ രാവിലെ അദ്ദേഹം ഒരു ടാക്സി പിടിച്ചിട്ട്, അന്നത്തെ കാലത്ത് എല്ലാവർക്കും വണ്ടിയില്ല, ടാക്സി പിടിച്ചിട്ട് എൻ്റെ ഭവനത്തിൽ വന്ന് ബെല്ലടിച്ചിട്ട് ചോദിച്ചു, രാവിലെ എവിടെ പോവാ? പറഞ്ഞു, അച്ഛാ, ഇന്നാണ് നമ്മുടെ ക്യാമ്പ്, ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഏതായാലും വരവ് നടക്കത്തില്ല, കാരണം ബിക്കോസ് ഞാൻ ഇന്ന് ഒത്തിരി ബിസി, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ എന്റെ അടുത്ത് നിന്ന് എൻ്റെ കസിൻ എന്നെ കണ്ണു കാണിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാ, ഇന്ന് ഒരു പ്രോഗ്രാമിന് ഒരു മാറ്റവും വരുത്തരുത്. അപ്പൊ ഇത് കേട്ട എൻ്റെ വൈഫ് അടുത്ത് നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, മോശമല്ലേ, നമ്മൾ വാക്ക് കൊടുത്തതല്ലേ അദ്ദേഹത്തോട്, എൻ്റെ നാട്ടുകാരനാ, അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു പുനർചിന്തനം നടത്താനിടയായി. ഞാൻ എൻ്റെ റിലേറ്റീവ് ആയ ജോയി ബദറിനോട് പറഞ്ഞു, നമുക്ക് ഇന്നൊരു ദിവസം ഇവരുടെ കൂടെ പോവാം, നാളെ നമുക്ക് ബീച്ചിൽ പോവാം. പുള്ളി മനസ്സോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങള് അന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഖത്തറിൽ ബൈബിളൊന്നും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര റെസ്ട്രിക്ഷൻ ഉള്ള ഒരു സമയമാണ്. ഞങ്ങള് വണ്ടിയിൽ കയറി ബൈബിളൊക്കെ പൊതിഞ്ഞ് ഞങ്ങൾ എടുത്തിട്ടില്ല, അവരുടെ കയ്യിലുണ്ട്, അത് കവറിനകത്തിട്ട് പൊതിഞ്ഞുകൊണ്ട് വണ്ടിയെ കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ശബ്ദം. ഒന്ന് രണ്ട് ഡോർ അടച്ചിട്ടുണ്ട്, എങ്കിലും ശബ്ദം കേൾക്കാം. മൂന്നാമത്തെ ഡോറ് തുറന്ന് അകത്തേക്ക് കടന്ന് പോയി ഇരുന്നു. അപ്പൊ ഏകദേശം ഒരു 80-90 പേര് ആ വീടിനകത്തുണ്ട്. പക്ഷെ അവരുടെ ആ കോലാഹലവും ഹല്ലേലൂയയും സ്തോത്രവും സ്തുതിയും ഒക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി ഇത് ഒരിക്കലും മർത്തോമക്കാരല്ല, ഇത് CSIക്കാരല്ല, ഇത് പെന്തിക്കോസുകാർ തന്നെ എന്ന് ഉറപ്പിച്ചു. പക്ഷേ ഞാൻ ഒരു യാഥാർത്ഥ്യം പറയട്ടെ, അവരിൽ ആരും പെന്തക്കോസുകാരില്ലായിരുന്നു. പക്ഷെ അവരെല്ലാവരും പെന്തക്കോസ് അനുഭവം പ്രാപിച്ചവരായിരുന്നു. പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരു സഭ എന്നുള്ളതല്ല, ഒരു അനുഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആമേൻ സ്തോത്രം, നമുക്കതിന്റെ സ്വാദറിയുവാൻ കഴിയും. ഞാൻ അവിടെ ചില മിനിറ്റുകൾ ഇരുന്നു, എങ്ങനെയെങ്കിലും ഇതിനുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്ന് കരുതി സത്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വൈഫ് കുറച്ച് ദൂരെയായി ഒരു സ്ഥലത്തിരിക്കുക, സഹോദരിമാരുടെ കൂട്ടത്തിൽ. എങ്ങനെ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുമെന്ന് കരുതി ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പാട്ട് പാടിയിട്ട് അതിന്റെ നടത്തിപ്പുകാരനായ ആ അങ്കിള് പറഞ്ഞു, എല്ലാ ക്യാമ്പിലും ചിലരൊക്കെ രക്ഷിക്കപ്പെടും, ഇന്നും ചിലർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാം എന്ന് പറയുവാനിടയായി. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ആരെല്ലാം വന്നെന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചാലും ശരി, ഞാൻ എഴുന്നേൽക്കത്തില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങള് പുന്നക്കാട് മലയിൽ കുടുംബക്കാർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരാ, പാരമ്പര്യമായി ഞങ്ങൾ ഇതിനകത്തുള്ളവരാ. രക്ഷ ആവശ്യമുള്ളതും സ്നാനം ആവശ്യമുള്ളവരും ആമേൻ ഇപ്പം ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നിട്ടുള്ളവർക്കാ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല എത്രയും വേഗം എനിക്ക് ഇതിനകത്ത് നിന്ന് രക്ഷ പ്രാപിക്കും. അങ്ങനെ ടെസ്റ്റ് മണി പറഞ്ഞു വന്നവര് എൻ്റെ ലൈനിലേക്ക് വന്നു. ഏതാണ്ട് 2 പേരെ അവശേഷിക്കുന്നുള്ളൂ. ഞാനപ്പോ എൻ്റെ മനസ്സുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ആര് പറഞ്ഞാലും ശരി, ഞാൻ എഴുന്നേൽക്കത്തില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല, ഈ പരിപാടി ഒന്നും എനിക്ക് പറ്റിയല്ല, എത്രയും വേഗം പുറത്തു പോകും. ഒരാള് ബാക്കി നിൽക്കുമ്പോൾ ഞാൻ ഭിത്തിയിൽ ഒരു കയ്യെഴുത്ത് വായിക്കുകയാണ്, ഇത് തന്നെ രക്ഷാദിവസം, ഇന്ന് തന്നെ സുപ്രസാദ കാലം, ആമേൻ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും?
എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് നമ്മോട് ഇടപെട്ട് കഴിയുമ്പോൾ അവിടെ കുടുംബ പാരമ്പര്യങ്ങളോ വേലിക്കെട്ടുകളോ അതിർവരമ്പുകളോ സഭയുടെ തടസ്സവാദങ്ങളോ ഒന്നും വില പോകത്തില്ല. ഒരുവൻ പരിശുദ്ധാത്മാവിൽ പുറത്തിറങ്ങുവാൻ വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആമീൻ, അത് എങ്ങനെയായാലും ഒരു മുട്ടയ്ക്കകത്ത് ഒരു മുട്ടക്കുഞ്ഞ്, ആമീൻ, കോഴിക്കുഞ്ഞ് വളർന്ന് അത് പുറത്തിറങ്ങേണ്ട സമയമാകുമ്പോൾ ഏത് വിധേനയും ആ മുട്ടത്തോട് കൊത്തിപ്പറിച്ചത് പുറത്തു വരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ശബ്ദം കേട്ട മാത്രയിൽ ഞാൻ എഴുന്നേറ്റു. വിറയ്ക്കുന്ന കാലുകളോട് വിതുമ്പുന്ന അധരത്തോടു കൂടി ഞാൻ ഇത്രയും പറഞ്ഞു: ഈ കർത്താവിനെ ഇന്നു മുതൽ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ഭയങ്കര ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം ഭവനത്തിൽ തിരിച്ചു വന്നു. ഭവനത്തിൽ വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ റിലേറ്റീവ് ചോദിച്ചു, അച്ഛാ എന്തോ നമ്പറായി കാണിച്ചത്, ഇത് അച്ഛൻ്റെ ഒരു നമ്പർ അല്ലേ? ഞാൻ പറഞ്ഞ എന്താ? അച്ഛാ യഥാർത്ഥമായിട്ട് വല്ലോ മാറ്റം ഉണ്ടായിട്ട് എഴുന്നേറ്റ് ഇങ്ങനൊക്കെ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, അത് നമുക്ക് കുറച്ച് കഴിയുമ്പം കാണാം. അപ്പൊ പുള്ളി വിചാരിച്ചു ഓടി വന്നാല് അടുത്ത ദിവസം, കാരണം അതിന് തക്ക സാധനങ്ങളൊക്കെയാ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത ദിവസം പോകണമല്ലോ, പോകുമ്പോൾ ഒന്ന് നോക്കാം ഈ പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടോ എന്ന് ഇങ്ങനെ കരുതി. രണ്ടാമത്തെ ദിവസം എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു നമുക്ക് പോകണ്ടേ, കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാമെന്ന് പറഞ്ഞ് പുള്ളി അതിനകത്ത് കാർട്ടൂൺ എടുക്കുകയും അടുക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല ഞാനിന്നും വരുന്നില്ല, എനിക്കിന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നു. അതേ പറഞ്ഞു എന്ത്? അപ്പൊ നമ്മൾ ഒരുക്കി വെച്ച സാധനങ്ങളൊക്കെ, ഞാൻ പറഞ്ഞു സാധനം എന്തായാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകും. പ്രിയരെ, അന്ന് പകൽക്കാലം അദ്ദേഹവും എൻ്റെ കൂടെ വന്നു. വേറെ എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അവര് രക്ഷിക്കപ്പെടുവാനായി ഇടയായി. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. എൻ്റെ വൈഫ് മർത്തോമാ സഭയിൽ 13-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടാണ്. എന്നാൽ ഞങ്ങളുടെ വിവാഹ സമയത്തൊക്കെ എനിക്കിതുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അങ്ങനെ ഒരു ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു. പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും സേവ്യ സംഘത്തിലും ഒക്കെ ആക്റ്റീവായി നിന്നതാണ്. അന്ന് പകൽക്കാലം അദ്ദേഹവും വീണ്ടും ഒരു പുനർസമർപ്പണം ചെയ്യുവാനായി ദൈവം കൃപ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഭവനത്തിൽ മടങ്ങി വന്നു. ഒരു വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ രാത്രിയിൽ ഏതാണ്ട് ഒരു 7 തൊട്ട് ഒരു 10 മണി വരെ ആയിരുന്നു ആരാധന. 10:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് അല്പം ആഹാരമൊക്കെ കഴിച്ച് നമുക്ക് ഇച്ചിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങള് പ്രാർത്ഥന ആരംഭിച്ചു. സമയം പോയതറിഞ്ഞില്ല പ്രിയരെ. രാവിലെ 5:30 മണി വരെ ഞങ്ങൾ അതേ ഒരൊറ്റ ഇരിപ്പിലിരുന്ന് 4-5 പേരേ ഉള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും പാടുവാനുമായി ഇടയായി. അടുത്ത ദിവസം എൻ്റെ അയൽക്കാരായ ചില നെയ്ബേഴ്സ് എന്നോട് വിളിച്ചു ചോദിച്ചു, അച്ഛാ അവിടെ എന്തുവാ ഇന്നലെ രാത്രി ഭയങ്കര ശബ്ദം, കോലാഹലവും കയ്യടിയും ഒക്കെ കേട്ടല്ലോ, എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, അവരെന്നോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്നലെ രക്ഷിക്കപ്പെട്ടു. അവർ ചോദിച്ചു, എന്താ അച്ഛാ ഇതുവരെ ഇല്ലാത്ത ഒരു രക്ഷ ഇപ്പൊ വന്ന്? പച്ചാനൊന്നും ഇതുവരെ ക്രിസ്ത്യാനികളല്ലായിരുന്നു. ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനികളായിട്ട് പേര് കൊണ്ട് ആർക്ക് വേണേലും ജനിക്കാം. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരു പേരിട്ട് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് വിചാരിച്ച് അവൻ ക്രിസ്ത്യാനിയാകുന്നില്ല. അവൻ ഏത് വിഭാഗത്തിൽ ജനിക്കുന്നോ അവൻ അതായി തീരുന്നു. എന്നാൽ വ്യക്തിപരമായി യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ് നടക്കുന്നവരെ നമുക്ക് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കർത്താവുമായിട്ടില്ല. അവരെന്നോട് ചോദിച്ചു, അച്ഛാ അടുത്ത വ്യാഴാഴ്ച ഞങ്ങളോട് വരുന്നതിൽ കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. ഒരാൾ വന്ന് 2 പേര് വന്ന് 3 പേര് വന്ന് ഏതാണ്ട് ഒരു 80-70 പേര് ഒരു 6 മാസത്തിനുള്ളിൽ എൻ്റെ ഭവനത്തിൽ വന്ന് നിറയുവാൻ ഇടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കർത്താവിന്റെ ദാസൻ PG വർഗീസ് എന്ന സുപ്രസിദ്ധ സുവിശേഷകൻ, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന PG വർഗീസ് അങ്കിൾ ഖത്തറിൽ വരുവാനിടയായി. അദ്ദേഹം ഒരു വ്യാഴാഴ്ച ദിവസം ഞങ്ങളോട് സംസാരിച്ച വിഷയം പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ചായിരുന്നു. അപ്പോ അതുവരെയും എൻ്റെ ചിന്ത
ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു സംഗതി ഒന്നുമില്ല. ഇത് ചുമ്മാ വാവുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ പറയുക, ഇതിനപ്പുറത്ത് ഇതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല എന്ന് ഇങ്ങനെ ഒരു ധാരണയായിരുന്നു. എന്നാൽ അന്ന് രാത്രിയിൽ അദ്ദേഹം വളരെ ആഴത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരു ബ്രദറൻ കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു, ഇതുമായിട്ട് ബന്ധമില്ലായിരുന്നു. എന്നാൽ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആള് മാറി. അങ്ങനെ അനവധിയായ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ദിവസം പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ഓഫീസിൽ പോകും. ഓഫീസിൽ എനിക്ക് ഒരു ബൈബിൾ വെച്ചിട്ടുണ്ട്. എൻ്റെ വാഹനത്തിൽ ഡ്രൈവർ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. ഭവനത്തിൽ ഇതിനോടൊരു വലിയ താല്പര്യം, ദൈവവചനത്തോട് ഇത് പഠിക്കാനും വായിക്കാനും വലിയൊരു ഉത്സാഹം. അങ്ങനെ ഓഫീസിൽ രാവിലെ 10:30 ചെന്നു. 10:30 ആയപ്പോൾ ഞാൻ ഈ ബൈബിൾ ഒന്നെടുത്ത് നോക്കി വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ചിന്ത, ഈ PG വർഗീശങ്ങളുടെ അടുത്ത് പോയി ഇദ്ദേഹത്തോട് ഈ അഭിഷേകം എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അങ്കിളെ, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് കുറെ സംശയങ്ങളുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ വരാമെങ്കിൽ ഇപ്പൊ അധികം ആളുകളില്ല, വന്നാട്ടെന്ന്. ഞാൻ അവിടുന്ന് ഓഫീസിൽ നിന്ന് അവധിയെടുത്ത് അദ്ദേഹത്തെ പോയി കണ്ടു. ഒരു 11:30-12 മണിയായി കാണും. അദ്ദേഹം എന്നോട് പറഞ്ഞു, 12:45 എന്നെ ആഹാരം കഴിക്കാൻ വേണ്ടി കൂട്ടാൻ ആള് വരും, അതുവരെ നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇദ്ദേഹവുമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അങ്കിളെ, എനിക്ക് അഭിഷേകം കിട്ടത്തില്ല. അദ്ദേഹം ചോദിച്ചു, അതെന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. അഭിഷേകം വെറുതെ കൊടുക്കത്തില്ലല്ലോ നീ. ആമേൻ, സ്തോത്രം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധിയുള്ളവരായിരിക്കും. ആമേൻ. ആ വിശുദ്ധി ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിന്റെ അഭിഷേകം പകരത്തുള്ളൂ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ തിരിച്ചറിവുണ്ടല്ലോ, ഇതാണ് ഏറ്റവും വിലപ്പെട്ടത്. ഞാൻ യോഗ്യനല്ലെന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവനെ യോഗ്യനാക്കാൻ കർത്താവിന് കഴിയും. എനിക്കെല്ലാം കഴിയും, എന്നിൽ കൂടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ള ചിന്ത നമ്മളിൽ വന്നു കഴിയുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അപ്രസക്തമാകും. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങളെ, എനിക്ക് ഒത്തിരി കുറവുള്ളൂ. ഓരോന്നും പറഞ്ഞു. ഞാൻ സ്മോക്ക് ചെയ്യും, ഞാൻ പലപ്പോഴും ഡ്രിങ്ക്സ് അടിക്കും, ഞാൻ കഴിഞ്ഞ ദിവസം രക്ഷിക്കപ്പെട്ടത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് വളരെ ഇച്ചിരി സമയത്തിന് പ്രാർത്ഥിക്കാം. നമ്മൾ ശരി, പ്രാർത്ഥിക്കാം. 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഒരു 100 കിലോ വെയിറ്റ് ഉള്ള ഒരു ആമർ എടുത്തിട്ട് എൻ്റെ തലയിൽ ഒരു ഇടി ഇടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതേ ശക്തിയോട് ദൈവശക്തി എൻ്റെ മേൽ ഇറങ്ങി വന്നു. ഞാനും അദ്ദേഹവും ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ ആ സിറ്റിംഗ് റൂമിനകത്ത്, ആ വിശാലമായ ഹാളിനകത്ത് ഓടി നടന്ന് സ്തോത്രം പറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാനായി ഇടയായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു പ്രധാന ദൂത്, നിങ്ങളുടെ കുറവുകളെ കുറിച്ച്, നിങ്ങളുടെ ബലഹീനതകളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുമെങ്കിൽ, ഇതുവരെ നിങ്ങൾക്ക് അഭിഷേകം കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് അഭിഷേകം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഞാൻ അഭിഷേകം പ്രാപിച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് ആമീൻ സ്ഥിതികൾ വ്യത്യസ്തമായി മാറി. നാം അഭിഷേകത്തിന്റെ ആ ശക്തിയിൽ നിന്ന് ദൂത് സംസാരിക്കുന്നതും അഭിഷേകം ഇല്ലാത്ത ഒരു വിധത്തിൽ വെറുതെ നിന്ന് ദൈവവചനം സംസാരിക്കുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാന് സ്തോത്രം അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിച്ചത് അറിഞ്ഞില്ല. ചില മണിക്കൂറുകൾ തന്നെ കഴിഞ്ഞുപോയി. ഏതാണ്ട് 1:30 ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ അവിടെ ആഹാരത്തിന് വേണ്ടി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്ന ആള് പറഞ്ഞു, അയ്യോ, ഞാൻ എത്ര സമയമായി വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു, അങ്കിള് നിങ്ങൾ കേട്ടില്ലേ? അങ്കിള് പറഞ്ഞു, ഞങ്ങള് പ്രാർത്ഥനയിലായിരുന്നു, ഒന്നും കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ശശികുമാർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷയ്ക്കായി കടന്നു. ആ ദൈവദാസനോട് എനിക്ക് വളരെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ
അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഈ മാർഗത്തിൽ വന്ന് ദൈവം അവരെ ശക്തിയോട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് അവരോട് വലിയ സന്തോഷം. ഞാൻ അതനുസരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ വീണ്ടും വരണമെന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്നാനത്തെക്കുറിച്ച് പറയുവാനായിടയായി. അങ്ങനെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ ദിവസം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മറ്റ് സമുദായസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു, നമ്മളൊക്കെ സ്നാനപ്പെട്ടതല്ലേ, നമുക്ക് അതുകൊണ്ട് ഈ സ്നാനത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളൊക്കെ സ്നാനപ്പെട്ടവരാ, അതുകൊണ്ട് ഈ സ്നാനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട, സ്തോത്രം, നമുക്ക് ബാക്കിയുള്ള ദൈവവചനം സംസാരിക്കാറുണ്ട്. അദ്ദേഹം വളരെ പരിജ്ഞാനമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അത് കുഴപ്പമില്ലാതെ. എന്നാൽ അതിനുശേഷം അദ്ദേഹം എൻ്റെ വീട്ടില് 2-3 പ്രാവശ്യം വന്നു. ഡിന്നറോ ലഞ്ചോ മറ്റോ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് 1-2 സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ ബൈബിള് ശരിയായി പഠിച്ചു മനസ്സിലാക്കാനായി ശ്രമിച്ചു. ബൈബിള് പഠിക്കുന്ന ഏതൊരു പഠിതാവിനും നന്നായി ക്രിസ്റ്റൽ ക്ലിയറായി വെളിപ്പെടും. വിശ്വാസ സ്നാനം ചെയ്തേ മതിയാകൂ. ആമേൻ. ശിശുസ്നാനമല്ല, വിശ്വാസ സ്നാനമാണ് യഥാർത്ഥ സ്നാനമെന്ന് മനസ്സിലാക്കാൻ ആരുടെയും സഹായം വേണ്ട. ദൈവത്തിന്റെ വചനത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടു. ഞാൻ അന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുത്തു. എനിക്ക് എന്ന് പരിശുദ്ധാത്മാവ് ഈ സ്നാനത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തരുന്നോ അന്ന് ഞാൻ നിശ്ചയമായും സ്നാനപ്പെടും. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാന് മുകളിൽ പറഞ്ഞ ഇന്റർ ഡിനോമിനേഷൻ ഫെലോഷിപ്പില് വെള്ളിയാഴ്ച പകല് 3 മണി തൊട്ട് 6 മണി വരെ ഒരു സ്പെഷ്യൽ പ്രെയർ ഉണ്ട്. ആ പ്രെയർ അഭിഷേകമുള്ളവരും അഭിഷേകത്തിൽ വിശ്വസിക്കുന്നവരും അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി താല്പര്യമുള്ളവരും മാത്രം അടങ്ങുന്ന ഒരു 10-50-40 പേരൊക്കെ ഉണ്ട്. ആ പ്രെയറിലിരുന്ന് വെള്ളിയാഴ്ച ശക്തമായി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു, നീ വിശ്വാസ സ്നാനം സ്വീകരിക്കണം. ഞാൻ വിചാരിച്ചത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞ, കർത്താവ് എനിക്ക് വചനത്തിൽ കൂടി അതൊന്ന് വെളിപ്പെടുത്തി തരാം. ദൈവം എന്നോട് പറഞ്ഞു, എടുത്ത് വായിക്കാൻ പറഞ്ഞു. കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം. എല്ലാവരും സമുദ്രത്തിൽ കൂടി കടന്നു, അവരെ ഒരേ ആത്മീയ ആഹാരം കഴിച്ചു എന്നുള്ള, ആത്മീയ പാനം നടത്തി എന്നുള്ള ആ വാക്യം അത് വായിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഒരു പ്രാവശ്യം കൂടി. അപ്പൊ കൊലോസ്യ ലേഖനം സ്നാനത്തെക്കുറിച്ച് പറയുന്ന ആ വാക്ക് തന്നെ ദൈവം എനിക്ക് ബൈബിളിൽ കൂടി കാണിച്ചത്. ഇത് പറയുമ്പോൾ ഓർക്കണം, ഇന്നത്തെ പോലെ എനിക്ക് ബൈബിളിൽ എല്ലാ ഭാഗത്തും എവിടെയാണ് ഓരോ വാക്യങ്ങളും എഴുതിയിരിക്കുന്നതെന്നും വ്യക്തമായ ഒരു അറിവില്ലാത്ത കാലം. എന്നാൽ മൂന്നാമത് ഗിദെയോൻ ദൈവത്തോട് അടയാളം ചോദിച്ച പോലെ ഞാൻ വീണ്ടും ദൈവത്തോട് ഒരു അടയാളം ചോദിച്ചു. കർത്താവേ, ഒരു പ്രാവശ്യം കൂടി ദൈവം മനസ്സലിയണം, എന്നെ ഒരിക്കൽ കൂടി ഒന്ന് കാണിച്ചു തന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 8-ാം അധ്യായം. അതെ, എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനായ ഷണ്ണൻ ഫിലിപ്പോസുമായി നടത്തുന്ന ആ സംസാരം 8-ാം അധ്യായത്തിൽ ഷണ്ണൻ ഫിലിപ്പോസിന്റെ തേരിനോട് ചേർന്ന് നടക്കുകയും ഷണ്ണൻ വേദപുസ്തകം 53-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നീ എന്ത് വായിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഈ വായിച്ച അത് നീ ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഇതൊരാൾ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് പറഞ്ഞു. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഫിലിപ്പോസ് ഷണ്ണനുമായി സംസാരിക്കുന്ന ഒരു അധ്യായമാണ് 8-ാം അധ്യായം. അങ്ങനെ അവർ ഇരുവരും വെള്ളമുള്ള ഒരു സ്ഥലത്ത് ചെന്നു. ആ സ്ഥലത്ത് ചെന്നപ്പോൾ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. പ്രിയരെ, ആ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എൻ്റെ വണ്ടിയുടെ താക്കോൽ കയ്യിലെടുത്ത് ഞാൻ വണ്ടിയിൽ കയറി. ഇന്നും എനിക്ക് അജ്ഞാതമായ, എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു സംഭവമാണ്. വണ്ടിയിൽ കയറി. ഞാൻ അതുവരെ ഒരു പെന്തക്കോസ്ത് ചർച്ചിൽ പോയിട്ടില്ല.
ഒരു പെന്തക്കോസ് ആരാധനയിൽ കൂടിയിട്ടില്ല. ഒരു പെന്തക്കോസുകാരുടെ സ്ഥലം എനിക്ക് അറിയുകയില്ല. എന്നാൽ ഞാൻ അവിടുന്ന് യാത്ര തിരിച്ച് നേരെ റൊമേല ടാക്സി സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുവാൻ ആരോ എന്നോട് പറയുക. അന്ന് വരെ റുമേല ടാക്സി സ്റ്റാൻഡ് എന്ന് കേട്ടിട്ടുള്ള അല്ലാതെ ഞാൻ അവിടെ പോയിട്ടില്ല. എന്റെ കൂടെ ആരുമില്ല. ഞാൻ വണ്ടി എടുത്തു വെളിയിലേക്ക് ഇറങ്ങി മെയിൻ റോഡിലേക്ക് വന്നപ്പോൾ എന്നോട് പറയുന്നത് റൈറ്റിലേക്ക് പോവാൻ. ഞാൻ റൈറ്റിൽ പോയി, ലെഫ്റ്റിൽ പോയി. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തുന്നു. ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് ആരോ സംസാരിക്കുകയാണ്, വണ്ടി നീ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ. വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, വളരെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈം, ഒരു കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞാനൊരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു. ഒരു ബിൽഡിങ്ങോട് ചേർന്ന് നടക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ് ഒരു പാട്ടിന്റെ ഈരടി എൻ്റെ ചെവിയിൽ കേൾക്കുന്നു. ഞാൻ അവിടെ നിന്ന് ആ പാട്ട് കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. ആ ഡോർ ഒന്ന് തുറന്നപ്പോൾ എനിക്ക് കുറെ കൂടെ വ്യക്തമായി ആ പാട്ട് കേൾക്കാം. രണ്ടാമത് ഞാൻ വീണ്ടും അടുത്ത ഡോർ തുറന്നപ്പോൾ അകത്ത് ഒരു ഗ്ലാസ് ഡോർ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരാളിങ്ങനെ കൈകൊണ്ട് കാണിച്ച് എന്ത് വേണം. ഞാൻ അദ്ദേഹത്തെ പുറത്തേക്ക് വിളിച്ചു. അവർ രണ്ടുപേര് പുറത്ത് വന്നിട്ട് ചോദിച്ചു എന്ത് വേണം. ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ഇവിടെ സ്നാനപ്പെടുത്തുന്നത് നിങ്ങളോട് ആര് പറഞ്ഞു? ഇവിടെ നിങ്ങൾ സ്നാനപ്പെടുത്തുന്നില്ല. നിങ്ങൾ ആരാ എന്തോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അടുത്ത് നിൽക്കുന്ന മലയാളിയോട് ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹം മലയാളി CID ആണ്. ഇപ്പൊ മലയാളികളെ ഒത്തിരി പേര് CID-മാരായി വിട്ടിട്ടുള്ളത്. ഈ ശബ്ദ കോലാഹലങ്ങൾ കേട്ടുകൊണ്ട് അകത്തിരുന്ന ഒരു അച്ചായൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരു പ്രായമുള്ള അച്ചായൻ. അദ്ദേഹം ചോദിച്ചു എന്ത് വേണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. അദ്ദേഹം എൻ്റെ മുഖത്തെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, കോന്നിയിലുള്ള തങ്കമസാറിന്റെ മോനല്ലേ, ലാലു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എനിക്ക് അമ്മച്ചിയൊക്കെ നന്നായിട്ട് അറിയാം, ഞങ്ങളെല്ലാം കുടുംബ സുഹൃത്തുക്കളാണ്, അകത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അകത്ത് ചെന്നപ്പോൾ എൻ്റെ കൂട്ടായ്മയിൽ വചനം പ്രസംഗിക്കാനായി വന്ന ആ പാസ്റ്റർ സണ്ണി എബ്രഹാം അവിടെ അന്നേരം ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ഒരു കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന ആളാണ്, സ്നാനപ്പെടുത്തുന്നതിന് ഒരു വിരോധവുമില്ല. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, അന്ന് അവിടെ ഒരു സ്നാനം നടക്കുകയാണ്. എനിക്കതറിയത്തില്ല. 4 പേര് അവിടെ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഈ സാക്ഷ്യം പറയും. സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്, ഈ സ്നാനം കഴിയുമ്പോൾ മാറ്റി കൊടുക്കാനുള്ള ഡ്രസ്സ് ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഇത് പെട്ടെന്ന് എന്നെ ചിന്തിപ്പിക്കാനായിട്ടായി. അപ്പൊ ഞാന് ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഡ്രസ്സില്ല. അദ്ദേഹം തന്നെ ഇന്ന് കഥാവിൽ നിദ്ര പ്രാപിക്കുന്ന ആപിയ ദാനിയൽ ചായൻ ഉടനെ കബോർഡ് തുറന്ന തൻ്റെ ഒരു മുണ്ടും ഷർട്ടും എടുത്തോണ്ട് വന്നു. വേറെ 2 സഹോദരന്മാര് പോയി അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ വാങ്ങിച്ചു. പെട്ടെന്ന് സ്നാനം നടത്തി. സ്നാനം കഴിഞ്ഞ് വൈകിട്ട് 7:30 ഞാൻ ഭവനത്തിൽ എത്തുമ്പോൾ എൻ്റെ വൈഫ് ഡോർ തുറന്നിട്ട് എന്നോട് ചോദിച്ചു എന്തു പറ്റി, ഒത്തിരി നേരമായല്ലോ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് എവിടെ പോയി? ഞാൻ പറഞ്ഞു ഞാൻ സ്നാനപ്പെട്ടു. അപ്പൊ പുള്ളിക്കാരനോട് പറഞ്ഞു നമ്മൾ ഒന്നിച്ച് രക്ഷിക്കപ്പെട്ടവരല്ലേ, നമുക്ക് ഒന്നിച്ച് സ്നാനപ്പെടാമായിരുന്നല്ലോ എന്ന് ഇച്ചിരി വിഷമത്തോടു കൂടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഏതായാലും ഈ ആഭരണമൊന്നും ഉപേക്ഷിച്ച് സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു വലിയ നെക്ലേസ് ഉണ്ട്. എന്നിട്ട് അത് പിടിച്ചിട്ട് പറഞ്ഞു ഇതെന്നെ അപ്പം പണിയിച്ചു തന്ന, ഇത് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. ഞാൻ പറഞ്ഞു സ്തോത്രം, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ, ഇത് വ്യക്തിപരമായ വിഷയമാണ്, ആത്മീയ വിഷയം. ഒരിക്കലും ഇത് ഊരുവാൻ ഞാൻ നിന്നെ നിർബന്ധിക്കത്തില്ല. ഇത് ഊരണമെന്ന് എന്ന് നിനക്ക് ദൈവാത്മാവ് തോന്നിക്കുന്നോ അന്ന് മാത്രമേ ഊരാവൂ. ആര് പറഞ്ഞാലും ഊരരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയും കഴിഞ്ഞ് കിടന്നു. സ്തോത്രം. എന്നിട്ട് ഒരു കൂട്ടം ആളുകളുടെ ലിസ്റ്റ് എന്നോട് പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ അന്നുള്ളവർ കുറേ സഹോദരിമാര്, അവർക്ക് ആഭരണമുണ്ടല്ലോ, ഇവർക്ക് ആഭരണമുണ്ടല്ലോ, അവര് പ്രവചന ശുശ്രൂഷയുണ്ട്, ഇവർക്ക് രോഗശാന്തി വരമുണ്ട്, ഇവർക്ക് ഭൂതശാന്തി വരമുണ്ട്,
അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്കറിയണ്ട, നമ്മൾ തമ്മിൽ യാതൊരു വിഷയവുമില്ല. അന്ന് രാത്രിയിലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കിടന്നുറങ്ങി. എന്നാൽ നേരം വെളുത്ത് 5 മണിക്ക് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം തന്റെ ഓർണമെന്റ്സ് മുഴുവനും ഒരു കർച്ചീഫിനകത്ത് കെട്ടി. ഞാൻ പറഞ്ഞു ഇല്ല, ഇത് ഞാൻ ഇന്നലെ സ്നാനപ്പെട്ടത് കൊണ്ട് നിനക്ക് തോന്നുന്ന ഒരു പെട്ടെന്നുള്ള ഒരു ആവേശവും വികാരവും അതിന് കീഴടങ്ങരുത്. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഒരു വെളിപ്പാട് പ്രാപിച്ചതിന് ശേഷം വേണം ഇറങ്ങാൻ. കാരണം നാളെ ഇത് തെറ്റായി പോയി എന്ന് പറയുവാനായി ഇടവരരുത് എന്ന് പറഞ്ഞു. ഞാൻ 1-ാം ദിവസം വിലക്കി. 2-ാം ദിവസം വീണ്ടും എന്നെ നിർബന്ധിച്ചു. എന്നോട് പറഞ്ഞു ഇല്ല, എനിക്കിതൊന്നും വിഷയമല്ല, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വളരെ ഹൃദ്യമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തന്റെ കോളേജ് ജീവിതകാലത്ത് തന്റെ കൂടെ പഠിച്ച ചില പെന്തക്കോസ് വിഭാഗക്കാരായ പെൺകുട്ടികളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അപ്പം മരിച്ചു കിടക്കുമ്പോൾ പോലും എൻ്റെ കൂടെ പഠിച്ച പെന്തക്കോസുകാരി പിള്ളേർക്ക് യാതൊരു ദുഃഖവുമില്ല, അങ്ങനെയാണോ പിള്ളേർ വേണ്ടതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നീടാണ് എന്തുകൊണ്ടാണ് അവർക്ക് ദുഃഖമില്ലാതിരുന്നത് എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കണം. ആമേൻ, സ്തോത്രം. ഞാൻ പറയട്ടെ, അങ്ങനെ മുന്നോട്ട് പോയി. സ്തോത്രം. അവിടെ നിന്ന് അദ്ദേഹം തന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാൻ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു, ഞങ്ങള് സ്നാനപ്പെട്ടു. അതോട് ചേർന്ന് ആ ആഴ്ചയിൽ തന്നെ ഏതാണ്ട് 8, 9, 10 പേരോളം ഞങ്ങളുടെ കൂട്ടായ്മയിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ ശക്തിയായി ദൈവത്തെ ആരാധിക്കാനായി ഇടയായി. എന്നാൽ അതിനുശേഷം ഞങ്ങള് ഒരു സഭയിൽ, പെന്തക്കോസ്ത് സഭയിൽ പോകണമല്ലോ എന്ന് കരുതി ഒരു സഭയിൽ കടന്നു പോകാനായി ഇടയായി. എന്നാൽ പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിനകത്തെ ഗ്രൂപ്പും രാഷ്ട്രീയവും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കുവാനായി ഇടയായി തീർന്നു. അങ്ങനെ 1999 കാലഘട്ടത്തിൽ ഇനിയും വേണ്ട, ഈ പരിപാടിയൊന്നും നമുക്ക് പറ്റുന്നതല്ല, ഈ പരിപാടി വിട്ടിട്ട് നമ്മുടെ വന്ന മാർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്നിങ്ങനെ മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് എൻ്റെ ജോലിയിൽ നിന്ന് ടെർമിനേഷൻ ഉണ്ടായി. ഞങ്ങള് 5 പേരെ ഞങ്ങൾ ജോലി ചെയ്ത സ്ഥാനത്ത് നിന്ന് ടെർമിനേറ്റ് ചെയ്തു. ഈ പോസ്റ്റിലുണ്ടായിരുന്ന ഒരു 5 പേര്, അതിൽ 3 പേര് മുസ്ലിം സഹോദരന്മാരും ഒരാള് ഹൈന്ദവനുമാണ്. 5-ാമത്തെ വ്യക്തിയാണ് ഞാൻ. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആയിരുന്നു. അണ്ടർ സെക്രട്ടറി പുറപ്പെടുവിച്ചിരിക്കുന്ന ഓർഡറാണ്. അതിൽ ബാക്കി 4 പേരും വളരെ ഉന്നതരായ വ്യക്തികളോട് ചേർന്ന് ബിസിനസ് ചെയ്യുകയും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുകയും നല്ല ഇൻഫ്ലുവൻസ് ഉള്ളവരുമായിരുന്നു. എന്നാൽ ആർക്കും റിലീസ് കൊടുത്തില്ല. 4 പേരും ഖത്തർ എന്ന രാജ്യം വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ 40 പെട്ടി കെട്ടിവെച്ചു, 40 ബോക്സ് കാർഗോയിൽ അയക്കാൻ. കുഞ്ഞുങ്ങളുടെ TC വാങ്ങിച്ചു, വണ്ടി വിറ്റു, വീട് വിട്ട സാധനങ്ങൾ വിറ്റു, എല്ലാം വിട്ടിട്ട് പോകാം എന്ന് കരുതി ഇങ്ങനെ തയ്യാറെടുത്ത് എനിക്ക് ബാംഗ്ലൂരിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പഠിപ്പിക്കാൻ അവിടുന്ന് അഡ്മിഷൻ എടുത്തു. ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. വെറും 3 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരു രാത്രിയിൽ ഒരു ദൈവദാസൻ വന്ന് ബെല്ലടിച്ചിട്ട് പറഞ്ഞു, ലാലു പാസ്റ്ററാണ് പറഞ്ഞാണ്, ഞാൻ അകത്ത് വരട്ടെ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ശരിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അല്പം ആഹാരം കൊടുത്തു. ആഹാരം കഴിച്ചതിന് ശേഷം അദ്ദേഹം ഉറക്കെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നിന്നെ ഈ രാജ്യത്ത് നിന്ന് ഞാൻ ഇപ്പോൾ അയക്കില്ല. നീ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടും. അസാധ്യമായ പലതും ദൈവത്തിന്റെ ശക്തിയുള്ള കരങ്ങൾ കൊണ്ട് നീട്ടി നിന്നെ ഞാൻ സാധ്യമുള്ളവനാക്കി തീർക്കും. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നിന്റെ കയ്യിൽ കൂടി ഞാൻ ചെയ്യും. ഈ ഭവനം നീ മാറി 1 മാസത്തിനുള്ളിൽ വേറെ ഭവനം മാറും. ഈ വാഹനം നീ മാറ്റും. ഇത് 3 കാര്യങ്ങൾ കേട്ടപ്പോൾ അബ്രഹാമിന് കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുമെന്ന് ദൂതന്മാർ പറഞ്ഞതുപോലെ മാറി നിന്ന് ഞാൻ ചിരിച്ചിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, കേട്ടോ, ഇങ്ങനെയാണ് പെന്തക്കോസുകാരുടെ കാര്യം. എൻ്റെ ഫയലിന്റെ മുകളിൽ മിനിസ്റ്ററുടെ താഴെയുള്ള ആള് അണ്ടർ സെക്രട്ടറി എഴുതി വെച്ചിരിക്കുക, റിലീസ് നോട്ട് ടു ബി ഇഷ്യൂഡ് അറ്റ് എനി സർക്കംസ്റ്റൻസ്. ആ സാഹചര്യത്തിലാണ് ഇവിടെ പറയുന്നു, നിന്നെ ഞാൻ ഇവിടെ നിർത്തും. ഈ 5 പേരിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് കുറഞ്ഞ വ്യക്തിയും
ആമീൻ. മറ്റുള്ളവരെ തടിച്ചു നോക്കുമ്പോൾ ഒരു വിധത്തിലും അവരുമായിട്ട് കമ്പയർ ചെയ്യുവാൻ കഴിയാത്ത വ്യക്തിയാണ് ഞാൻ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്നെ നിർത്തുവാൻ. അപ്പൊ ഞാന് പറഞ്ഞപ്പോ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, അങ്ങനൊന്നും പറയരുത്, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും. ഇന്ന് പകൽക്കാലവും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഏത് അസാധ്യമായ വിഷയങ്ങളാണെങ്കിലും നിങ്ങൾ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, ഉപസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടും. ഇത് വെറുതെ വാക്കുകൊണ്ട് അതര വ്യായാമം ചെയ്യുകയല്ല, കഴിഞ്ഞ 25 പരം വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് അസാധ്യമായത് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ മെറിറ്റ് അല്ല, എനിക്ക് കഴിവുണ്ട്, എന്നെ കൊണ്ട് കഴിയും എന്ന ചിന്ത നമ്മളിൽ വരാതിരിക്കട്ടെ. അപ്പോസ്തലനായ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നിന്നെ പിശാച് പാറ്റിക്കളയുവാൻ എത്ര വട്ടം ശ്രമിച്ചെന്നറിയാം, എങ്കിലും നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. പത്രോസേ, നിനക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണ്. പ്രിയ ദൈവദാസനായിരിക്കും ദൈവത്തിന്റെ കൃപയാലാണ്. നാം ഓരോരുത്തരും ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. നാം കേട്ടതുപോലെ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഇവിടെ കഴിയാൻ പോവുകയാണ്. സ്തോത്രം. അതിനുശേഷം ഞാൻ കണ്ടത് അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയാണ്. സ്തോത്രം. എവിടെ റിലീസ് കിട്ടില്ലെന്ന് പറഞ്ഞോ, അതേ രാജ്യത്ത് ദൈവം ഒരു ചായ പോലും പ്രതിഫലം കൊടുക്കാതെ എനിക്ക് വേണ്ടി ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് ആ റിലീസ് വാങ്ങിത്തന്നു. സ്തോത്രം. ഒരു മൊർദെഖായി എങ്ങനെ ശൂശൻ രാജധാനിയിൽ മാനിച്ചോ, അതുപോലെ റിലീസ് തരത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇരുന്ന് 5 വർഷം ജോലി ചെയ്ത അവിടുത്തുകാരൻ, വളരെ ആത്മാർത്ഥമായി എന്നെ സ്നേഹിച്ച വ്യക്തി, ആദ്യം വളരെ എന്നോട് ഹെൽപ്ഫുൾ ആയിട്ട് സംസാരിച്ചു. രണ്ടാമത് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, മിസ്റ്റർ ജോർജ് പ്ലീസ്, നീ ഇതിനു വേണ്ടി ട്രൈ ചെയ്യരുത്, അത് നടക്കുന്ന ഒരു കാര്യമല്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ദാറ്റ് ഇസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞ ആ വ്യക്തി ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ആമീൻ സ്വതന്ത്രം, ശൂശൻ രാജധാനിയിൽ ഒരു മൊർദെഖായിയെ മാനിക്കുന്ന പോലെ അറബികൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇവൻ ആമീൻ മോളിന്ന് ഉള്ള ആളാണ്. മോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോളത്തെ പുള്ളിയുടെ ആളാണ് അവരുദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഇത് നടക്കത്തില്ല. അതുപോലായിരുന്നു അതിന്റെ സംഭവ വികാസങ്ങൾ. സ്വതന്ത്രം. അടുത്ത ദിവസം ഞാൻ അവിടെ ചെന്നു. ഞാന് കോർഡിനേഷൻ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സഹോദരൻ എൻ്റെ വണ്ടി കൈ കാണിച്ചു. പെട്ടെന്ന് എൻ്റെ വണ്ടിയിലിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു പോവാണെന്ന് പറഞ്ഞ് ഈ കടലാസ് കൊടുത്തു. ആ കടലാസ് അദ്ദേഹത്തിന്റെ ബ്രദറിലോ ഒരാളുണ്ടായിരുന്നു, വളരെ സുപ്രധാനമായ ഒരു പോസ്റ്റിലിരുന്ന്. അദ്ദേഹത്തെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതെന്റെ ഫ്രണ്ടാണ്, ഞാൻ സംസാരിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, സംസാരിച്ചാൽ ഇപ്പൊ ഞങ്ങൾക്ക് 1 മാസം ടൈമുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ അവർ കയറ്റിവിടുക, അത് വേണ്ടാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ടെലിഫോൺ വെച്ചു കഴിഞ്ഞപ്പോഴേ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിൽ ദൈവദാസൻ 2 ദിവസം മുമ്പ് ദൂതറിയിച്ചതല്ലേ, അപ്പൊ നമുക്ക് അദ്ദേഹം ഇങ്ങനെ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറയുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞു, ദൈവമാണ് പറയുന്നെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ദൈവം വീണ്ടും വിളിപ്പിക്കും. അദ്ദേഹം അവിടുത്തെ അറിയപ്പെടുന്ന ഒരു വലിയ ബാങ്കിന്റെ CEO ആണ്. ആ മനുഷ്യൻ, പുള്ളിക്കാരി കണ്ടു ചോദിച്ചു, ഈ മനുഷ്യൻ വീണ്ടും നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കുമോ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി? ഞാൻ പറഞ്ഞു, ദൈവം ആണ് അദ്ദേഹത്തിനോട് പറയുന്നെങ്കിൽ വിളിച്ചിരിക്കും. രാത്രി 11:30 മണിയോളമായി ഞങ്ങൾ ഡിന്നർ കഴിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് കിടന്നുറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു ടെലിഫോൺ കോൾ അടിച്ചു. ടെലിഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ മറുതലയ്ക്കൽ അദ്ദേഹമായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്ത് നിശ്ചയിച്ചു, ഒരു 3 ദിവസം കൂടെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ചെയ്യാം. എന്നോട് ചോദിച്ചതിന് ശേഷം തമാശ രൂപത്തിൽ പുള്ളിക്കാരി ചോദിച്ച, ഈ നേരത്തെ വിളിച്ച ആള് തന്നെ അല്ലയോ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് തന്നെയാണോ? ഞാൻ പറഞ്ഞു ദൈവം ആണ് ഇതിന്റെ പിന്നിലെങ്കിൽ അത് ദൈവം ചെയ്യും. അടുത്ത ദിവസം അത്ഭുതകരമായി ഈ മനുഷ്യൻ പോയി ഡയറക്ടറുമായി സംസാരിച്ചു. അയാള് വളരെ ഷൗട്ട് ചെയ്തു, ഒരു കാരണവശാലും ചെയ്യില്ല എന്ന് പറഞ്ഞു. അവര് തമ്മിൽ ആർഗ്യുമെന്റ് ആയി. അവര് പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി നീ എന്തിനാ ഇത്രയും വാദപ്രതിവാദം നടത്തുന്നത്? നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ 3 പേര് പോയി, ഒരു ഹൈന്ദവൻ പോയി, 4 പേര് പോയി, നിനക്ക് എത്ര പേരെ വേണമെങ്കിലും നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടോ, കൊണ്ടുപോവാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരെയും വേണ്ട, എനിക്ക് വേണ്ടത് ഈ മനുഷ്യനെ, ജോർജിനെ. ഐ വാണ്ട് ടു ഗെറ്റ് ദിസ് പർട്ടിക്കുലർ ജോർജ് ഇറ്റ് സെൽഫ്, ഐ ഡോണ്ട് നീഡ് എനിബഡി എൽസ്. എന്റെ ആവശ്യത്തിന്. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 1 വർഷം കൊണ്ട് 150 മില്യൺ റിയാൽ ഞാൻ
ഡിപ്പാർട്ട്മെന്റ് സ്ക്രാപ്പ് മെറ്റീരിയൽ വിറ്റിട്ട് ഞാൻ ആദായം ഉണ്ടാക്കി കൊടുത്തു. ആ മനുഷ്യൻ പറഞ്ഞതാ. ആ വ്യക്തി ഒരു വ്യക്തിയുടെ റിലീസിന് ഒരൊപ്പ് ചോദിച്ചിട്ട് നിനക്ക് പറ്റത്തില്ലെങ്കിൽ നോ പ്രോബ്ലം, ഞാനും നോക്കാം, നമുക്കിനി അങ്ങനെ മുന്നോട്ട് പോകാം. അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് ഈ പേപ്പർ വാങ്ങിച്ച് ഒപ്പിട്ട് കൊടുത്തു. ഫാക്സ്, അന്ന് ഇന്റർനെറ്റിലെ ഫാക്സ് സംവിധാനമാണ്. ഫാക്സ് വന്നു. എന്നെ എൻ്റെ ഹെഡ് ക്വാർട്ടറിൽ നിന്ന് വിളിച്ചു, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ശൂഷൻ രാജധാനിയിൽ മോർത്തേക്കായി മാനിക്കുന്ന പോലെ ആളുകൾ മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുക, കൈയടിച്ചിട്ട് പറയുക, നീ മോളിൽ നിന്ന് വന്ന അല്ലയോ. അപ്പൊ അവര് വിചാരിച്ചു ഇവർ ഷെയ്ഖന്മാരും മന്ത്രിമാരും ഒക്കെ ഇടപെട്ടിട്ട് നടക്കാതിരുന്നപ്പോൾ ഇത് നടന്നെങ്കിൽ നിശ്ചയമായും ഇത് മോളിൽ നിന്നുള്ള ഉത്തരവാണ്. ഞാൻ പറഞ്ഞത് മോളിൽ നിന്നാണ് ഉത്തരവ്. പ്രിയരെ, നിങ്ങളുടെ എല്ലാ അഭയസ്ഥാനങ്ങളും ആമീൻ ഇല്ലാതാകുമ്പോൾ നിങ്ങൾ ആമീൻ സ്തോത്രം ഉയരത്തിലേക്ക് നോക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾ ഉറപ്പായിട്ടും പറയുന്നു, ദൈവം നിങ്ങളിൽ കൂടി അത്ഭുതം ചെയ്യും. ഞാൻ ഇവിടെ സമയം തീർന്നത് കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അതിനുശേഷം 25 വർഷം ഇന്ന് വരെയും ഇന്നലെ വരെയും കഴിഞ്ഞ രാത്രി വരെയും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ദൈവം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്റെ മിടുക്കോ കഴിവോ ഒന്നുമല്ല. ആമേൻ. ഞാൻ വായിച്ച വാക്യത്തിൽ പറയുന്ന പോലെ പൗലോസ് ആമേൻ തന്റെ ജീവിതത്തിൽ രുചിച്ച് അറിഞ്ഞു. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന് പൗലോസിന് 4 വിധത്തിലുള്ള അർത്ഥതലങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, പേഴ്സണൽ എക്സ്പീരിയൻസസ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ആമേൻ. 2, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. സ്തോത്രം. 3, പെയിൻഫുൾ എക്സ്പീരിയൻസ്. 4, പവർഫുൾ എക്സ്പീരിയൻസ്. ഇത് 4 ഒരു ക്രിസ്തീയ വിശ്വാസി അനുഭവിച്ചെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്താണെന്ന് അനുഭവിച്ചറിയാൻ കഴിയും. അതിൻ്റെ അർത്ഥം പട്ടുമെത്തയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളല്ല, തീക്കനലിന്റെ മുകളിൽ കൂടെ നടന്നു പോകേണ്ട അനുഭവം ഉണ്ടാകും. ആമേൻ. പക്ഷേ നീ ഭയപ്പെടണ്ട, കാരണം ദൈവത്തിന്റെ വചനമുണ്ട്, നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ നദി നിന്റെ മേൽ കവിയുകയില്ല. അഗ്നിയിൽ കൂടി നീ നടന്നാൽ അഗ്നി നിന്നെ തൊടുകയില്ല. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവന്റെ പേര് ഇമ്മാനുവേൽ എന്ന്. അവൻ ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെയുണ്ട്. ദൈവം ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ, ഈ ടെസ്റ്റിമണികളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അവസരം തന്നാൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് നിങ്ങളെ ധാരാളമായി, പ്രത്യേകം ഈ പ്രെയർ ലൈനെ ഇതിന് നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ, ഇതിലുള്ള ഓരോ മെമ്പേഴ്സിനെയും, ഇത് കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിന്റെ ആ വചനം എത്ര ശക്തമായതാണ്. കർത്താവിന്റെ ദാസന് ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും ആ കർത്താവ് വിളിച്ച്, നമുക്ക് അറിയാമല്ലോ, ദൈവം വിളിക്കാതെ ആരും അവന്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് കർത്താവിന്റെ ദാസന ആ നേരത്തെ പറഞ്ഞല്ലോ, പെന്തിക്കോസുകാരെന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അത് തന്നെ ആയി തീർന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പലർക്കും അറിയാമല്ലോ. ഞാന് മാർത്തോമാ സഭയിലെ സെമിനാരിയിൽ പഠിച്ച അച്ഛനാകുന്നതിന് 1 ദിവസം മുമ്പ് അച്ഛനാകാതെ പോയ ആളാണ്. എന്നൊക്കെ പെന്തിക്കോസുകാരെന്ന് കേട്ടാൽ അതിനെ നഖശിതാന്തം എതിർത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലായിത്തീരുമെന്ന്. എന്നാൽ അങ്ങനെ ഒരു പാസ്റ്റർ തന്നെ ആയിത്തീരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ്. അസംഭാവ്യമാണെന്ന് തോന്നുന്ന, മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് വിശ്വാസത്താൽ നമ്മൾ ദൈവവുമായി ചേർന്ന് നടക്കുമ്പോൾ ദൈവം ചെയ്യുന്നത്. കർത്താവിന്റെ ദാസൻ പറഞ്ഞ അനുഭവങ്ങളൊക്കെ എത്ര ശക്തമത്തായ അനുഭവങ്ങളാണ്. അത് ഏതെല്ലാം അനുഭവത്തിൽ കൂടെ കർത്താവിന്റെ ദാസൻ പോയി. എത്രയോ ആളുകളുടെ ജീവിതത്തില് കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനത്തിലൂടെ ദൈവശക്തി വെളിപ്പെട്ടു. ആ കാര്യങ്ങളെല്ലാം പറയാൻ അനേക ദിവസങ്ങൾ ആവശ്യമാണല്ലോ. ഏതായാലും ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സംഗ്രഹിക്കാം. നമ്മുടെ ഇന്ന് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുന്നെങ്കിൽ, അസംഭാവ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ മുൻപിൽ നാം നിൽക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. സമ്പൂർണമായി നമുക്ക് കർത്താവിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം.
പത്രോസ് അല്ലേ തന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ കർത്താവിനെ കീഴടങ്ങിയിരിപ്പീൻ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിന് കീഴ് താണിരിപ്പീൻ. അതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, കർത്താവിനെ കീഴടങ്ങിയിരിപ്പീൻ, സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ താല്പര്യത്തോടുകൂടെ കേൾക്കുകയായിരുന്നല്ലോ. കർത്താവ് ധാരാളമായിട്ട് തന്റെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇനിയുമുള്ള സമയങ്ങൾ അനേകരെ തുടർന്ന് കർത്താവിലേക്ക് നയിക്കുന്നതിന് സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല. അന്ന് CSI ചർച്ചിൽ തന്നെ നിന്നപ്പോഴാണ്, CSIക്കാരനായി തന്നെ നിന്നപ്പോഴാണ് മാനസാന്തരപ്പെട്ടതും സ്നാനപ്പെട്ടതും അഭിഷേകം പ്രാപിച്ചതും അല്ലേ. എന്നാൽ സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ അഭിഷേകം പ്രാപിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ ഇതിൽ നിന്നാ പോരായല്ലോ, ഈ പെന്തക്കോസ്ത് സഭയിൽ പോണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ നിരാശാജനകമായ അനുഭവമാണ് ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ. പ്രിയമുള്ളവര്, എനിക്ക് അറിയാവുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം ഒരു ജ്ഞാനായക്കാരനായിരുന്നു, ജ്ഞാനായ ഓർത്തഡോക്സുകാരനായിരുന്നു. അദ്ദേഹം പാസ്റ്ററായി ഹൂസ്റ്റണില് വളരെ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചർച്ചിന് വേണ്ടി ഒരു സ്ഥലമൊക്കെ മേടിച്ചു, ഒരു പുതിയ ചർച്ച് പണിയാനായിട്ടൊക്കെ തുടങ്ങി. ഏതാനും 10 വർഷങ്ങൾക്ക് മുമ്പാ. പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അനുഷേ, ഞാൻ ചർച്ച ഒന്നും പണിയുന്നില്ല, ഞാൻ ചർച്ച പണിയാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് മറ്റുള്ള ബന്ധുക്കോസ് പാസ്റ്റർമാർക്ക് ഭയങ്കര അസൂയയും, ചർച്ച ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഭയങ്കര അസൂയയും കുശുമ്പും ആയിട്ടൊക്കെ സംസാരിക്കുന്നു. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? ഞാൻ സ്ഥലമെല്ലാം വിൽക്കുകയാണ്, ഇനി ഞാൻ ഈ പണിക്ക് പോകുന്നില്ല, ചർച്ചും പണിയുന്നില്ല, ഒന്നും പണിയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ദുഃഖകരമാണ് ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തൊക്കെ നോക്കിയാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മൾ ആരെയും നോക്കണ്ട, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. കാനുവച്ചനെയും ആശാനുവേശനെയും പോലെയൊക്കെയുള്ള ആളുകള് ഇനി അധികം കാണുകയില്ലായിരിക്കാം. എന്നാൽ ആ കർത്താവിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടസ്ഥിരതയോടുകൂടി നമുക്ക് ഓടാം. കർത്താവിന്റെ ദാസന് എത്ര മനോഹരമായിട്ട്, എത്ര ശക്തമായിട്ട് തന്റെ സാക്ഷ്യം പറഞ്ഞു. അടുത്ത ആഴ്ച വേറെ ഒരാളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അടുത്തതിന്റെ പിന്നത്തെ ബുധനാഴ്ച, 18-ാം തീയതി ബുധനാഴ്ച രാവിലെ വീണ്ടും അവകാശമുണ്ടെങ്കിൽ കർത്താവിന്റെ ദാസൻ വന്ന് ഇതിന്റെ തുടർച്ചയായി പറയുന്നതാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ചേർന്ന് വരാൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഇപ്രയറിൽ 17-ഉം 18-ഉം ഞാൻ ഫ്രീ അല്ല കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നീടുള്ള ഒരു ബുധനാഴ്ച ബുധനാഴ്ച നമുക്ക് ഞാൻ അതിന്റെ ഡേറ്റ് ഒക്കെ പിന്നീട് എല്ലാവർക്കും പറയുന്നതാണ്. തീർച്ചയായിട്ടും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഷിക്കാഗോ പ്രയറിൽ വന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രത്യേകമായിട്ട് പാസ്റ്റർ ജോർജ് എബ്രഹാം മലയിലിനോടുള്ള ഷിക്കാഗോ പ്രയറിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കും.